നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ട്രിവാൻഡ്രത്ത് അധികം വെയിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇങ്ങനെ നല്ല മഴക്കാറ് മൂടി നിന്നു. 1-2 പ്രാവശ്യം 1-2 ഡ്രോപ്പ് താഴത്ത് വീണായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കരുതി ഭയങ്കരമായിട്ട് മഴയൊക്കെ പെയ്യുമെന്ന്. പക്ഷെ മഴ പെയ്തില്ല, ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുകയാണ്. ആരാണ്ട് പുകയിടുന്നുണ്ട്. അത് കണ്ടപ്പോൾ ഒരു മഞ്ഞ് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നു. അങ്ങനെ ഞാൻ ഏട്ടനോട് പറഞ്ഞൊരു വീഡിയോ എടുക്കുമോ എന്ന് ചോദിച്ചു. എന്തോ ഭാഗ്യത്തിന് എടുത്ത് തന്നു കേട്ടോ. അങ്ങനെ ഞാനിവിടെ ഒരു ബ്ലാക്ക് കോഫിയൊക്കെ കുടിച്ചിട്ടിരിക്കുകയാണ്. എനിക്കിനി 1-2 ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. ഒന്ന് പുറത്തേക്ക് പോകണം, കുറച്ച് സാധനങ്ങളെല്ലാം ഷോപ്പിംഗ് ചെയ്യാനായിട്ടുണ്ട്. കുറേ ദിവസമായി പുറത്തേക്കൊക്കെ പോയിട്ട്. പിന്നെ വേദയുടെ റൂമിലിരുന്ന വാട്ടർ ഹീറ്റർ ചീത്തയായി കേട്ടോ. അത് വേദ എത്ര തണുപ്പാണെങ്കിലും അവൾ തണുത്ത വെള്ളത്തിലാണ് കുളിക്കുന്നത്. വീട്ടിൽ അവൾ അങ്ങനെയാണ്. AC ഇട്ടാലും ബെഡ്ഷീറ്റ് പോലും മൂടാതെയാണ് കിടക്കുന്നത്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് തണുപ്പ്. അതുകൊണ്ട് അത് യൂസ് ചെയ്യാണ്ട് കഴിഞ്ഞ ദിവസം അവർ മറ്റേ ജയഗാർഡിൻ്റെ അവർ വന്നിട്ട് പണിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് സ്വിച്ചൊക്കെ ഇട്ട് നോക്കിയപ്പോൾ അത് വർക്ക് ആവുന്നില്ല കേട്ടോ. അപ്പോൾ അത് പണി കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ പുതിയൊരു വാട്ടർ ഹീറ്റർ വാങ്ങിക്കണം. ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ഒരു സാധനം വീട്ടിൽ ചീത്തയാൽ എനിക്ക് ആ സെക്കൻഡിൽ പുതിയ സാധനം വാങ്ങിക്കണം. പൈസയുടെ അഹങ്കാരം എന്ന് വേണമെങ്കിൽ പറയാം. ചില ശീലങ്ങൾ അങ്ങനെ കേട്ടോ, മാറ്റിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇനിയിപ്പോൾ എന്തായാലും പുതിയ ഹീറ്റർ വാങ്ങിയാലും ഇടയ്ക്കിടയ്ക്കൊന്ന് ഓൺ ചെയ്തൊക്കെ നോക്കുക. നോക്കിയില്ലെങ്കിൽ അത് ചീത്തയായി പോകും. ആക്ച്വലി വേദയുടെ ബാത്റൂമും ടോയ്ലറ്റും താഴത്തെ റൂമിൻ്റെ ടോയ്ലറ്റും ഒരേപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അന്ന് പ്ലംബിങ്ങിന് നിന്ന ആൾ പറഞ്ഞു ഈ മുകളിൽ വച്ചിരിക്കുന്ന ഹീറ്ററിന് തന്നെ നമുക്ക് താഴെയും ചൂടുവെള്ളം എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വേദ കുളിക്കാൻ കയറുമ്പോൾ താഴെ ആരെങ്കിലും കുളിക്കുകയാണെങ്കിൽ ആ പൈപ്പിൽ വെള്ളം വരത്തില്ല. താഴെ ആരെങ്കിലും കുളിക്കുകയാണെങ്കിൽ വേദയുടെ പൈപ്പിൽ വെള്ളം വരത്തില്ല. അപ്പോൾ ഞാൻ കരുതി ഈ വേദയുടെ ടോയ്ലറ്റിൽ ഇരിക്കുന്ന ബാത്റൂമിൽ ഇരിക്കുന്ന വാട്ടർ ഹീറ്റർ നന്നാക്കാൻ പറ്റുവാണെങ്കിൽ നന്നാക്കി അതിനെ താഴെ വെച്ചിട്ട് കണക്ഷൻ സെപ്പറേറ്റ് കൊടുക്കാമെന്ന് എഴുതി കേട്ടോ. അന്ന് അങ്ങനെ ഒരു ഐഡിയക്ക് ചെയ്തു. പക്ഷേ അത് പിന്നീട് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് മനസ്സിലായി. കാരണം പൈപ്പിൽ നിന്ന് ഒട്ടും വെള്ളം വരില്ല. അതൊരു ബുദ്ധിമുട്ടാണ്. 2 പേർക്കും കൂടെ ഒരേ ടൈമിൽ ബാത്റൂം യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ കണക്ഷൻ മാറ്റി കൊടുത്തിട്ട് പഴയ ഹീറ്ററിനെ നന്നാക്കി എടുക്കാൻ പറ്റുകയാണെങ്കിൽ താഴെ വെച്ചിട്ട് പുതിയ ഹീറ്റർ വേദയുടെ റൂമിൽ വയ്ക്കാം എന്നൊരു പ്ലാൻ. ഇപ്പോൾ താഴെ വെച്ചാലും മുകളിൽ വെച്ചാലും അത് ഉപയോഗിക്കാൻ ആളില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇനി ഉപയോഗിച്ച് നോക്കണം. അങ്ങനെ ഞാൻ പുതിയ രീതിയിലൊക്കെ ഹെയർ സ്റ്റൈൽ കെട്ടി നോക്കണം. പുതിയ രീതിയല്ല, പഴയ രീതി എന്നെ ഒന്ന് മാറ്റി പിടിച്ച് ഹെയർ സ്റ്റൈൽ ചെയ്യുകയാണ്. അപ്പം എന്നെ കൊണ്ട് ഒട്ടും സെറ്റാവുന്നില്ല. ഇന്ന് ഞാൻ ഹെയറിലൊരു ക്രീമെല്ലാം അപ്ലൈ ചെയ്തു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഓയിലി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പിന്നെ അഴിച്ചിട്ടിട്ട് ഇങ്ങനെ ലൂസ് ഹെയർ മതി എന്നും പറഞ്ഞ് അങ്ങനെ ഇറങ്ങി കേട്ടോ. കഴിഞ്ഞ ദിവസം ആരാണ്ട് ചോദിച്ചു ഏട്ടനെ ഒന്ന് കാണിക്കുമോ, ഒരു റീൽസിലെങ്കിലും അറ്റ്ലീസ്റ്റ് കാണിക്കുമോ എന്ന് ചോദിച്ചു. എനിക്ക് കാണിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ മനുഷ്യൻ വരണ്ടേ, ഞാൻ എന്ത് ചെയ്യാനാണ്. വേദ സ്കൂളിൽ നിന്ന് വന്ന പാടെ തന്നെയാണ് പോകാനായിട്ട് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം വേദയുടെ മുഖത്ത് നല്ല രീതിയിലുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തിരുമല എത്തിയപ്പോൾ സ്കൂളൊക്കെ വിട്ട സമയം കേട്ടോ. പിള്ളേരെല്ലാം ഇങ്ങനെ പോകുന്നുണ്ടപ്പോൾ എന്തോ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് തോന്നി. നിറയെ ഇങ്ങനെ സ്കൂൾ വിട്ട സമയത്ത് ഒരേ യൂണിഫോമിൽ കുട്ടികളൊക്കെ പോകുന്ന കാണാൻ എന്തോ ഒരു പ്രത്യേക ഭംഗി കേട്ടോ. തിരുമലയൊക്കെ ഇപ്പോൾ റോഡ് ഭയങ്കരമായിട്ട് വലിപ്പം കൂട്ടുകയാണ്. അങ്ങനെ ഫുൾ പൊളിച്ചൊക്കെ ഇട്ടിരിക്കുക കേട്ടോ. അപ്പോഴേ നമ്മുടെ തിരുമല ആംബ്രോസിയ സ്റ്റാർട്ട് ചെയ്തു. അറിയാത്തവരുണ്ടെങ്കിൽ അറിയാം, അവരുടെ ഒരു അറിവിന് വേണ്ടിയിട്ട് പറഞ്ഞതാട്ടോ. വേദയാണ് എനിക്ക് കാണിച്ചു തന്ന. കഴിഞ്ഞ ദിവസം വേദ ട്യൂഷന് പോയപ്പോൾ എനിക്ക് കാണിച്ചു തന്നു. ഇതുവരെ അവിടെ കയറിയില്ല. ഒന്ന് കയറി ഒരു കുഞ്ഞു ഷോപ്പിംഗ് ഒക്കെ ചെയ്യണം. ഇന്നിപ്പോൾ തൽക്കാലം ചെയ്യുന്നില്ല. ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. തിരുമല ഉള്ളവരുണ്ടെങ്കിലും ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. സോ നമ്മൾ നേരെ സ്മാർട്ട് ബസാറിലാണ് വന്നത്. സ്മാർട്ട് ബസാറിലും സാധനം വാങ്ങാമെന്ന് എഴുതി. ലുലു മോളിൽ പോകാമെന്ന് എഴുതിയിട്ട് പിന്നെ അത്രയും ദൂരം പോകണ്ടെന്ന് എഴുതി സ്മാർട്ട് ബസാറിൽ വന്നു. ഏട്ടൻ്റെ വീഡിയോ എടുക്കുന്നത് കണ്ടുകൊണ്ട് ഒളിച്ചൊളിച്ച് നടക്കുക കേട്ടോ. പിന്നെ ഞാനങ്ങ് വിട്ടു. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ വേദയുടെ കയ്യിലൊക്കെ ടാറ്റു അടിച്ചിരിക്കുന്നു. വേദയുടെ ഫ്രണ്ട് വേദിക, നമ്മുടെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. വേദിക ടാറ്റു ചെയ്ത് കൊടുത്തതാണെന്നും പറഞ്ഞ് അതിനെയും കൊണ്ടങ്ങനെ നടക്കുക കേട്ടോ. സ്മാർട്ട് ബസാറിൽ കാർ ഇട്ടിട്ടാണ് ഞങ്ങൾ നേരെ ഓപ്പോസിറ്റുള്ള ശ്രീ ബിന്ദു ഇലക്ട്രിക്കൽസിലാണ് വാങ്ങുന്നത്. നിങ്ങൾക്കറിയാം, നമ്മുടെ വീഡിയോസ് സ്ഥിരം കാണുന്നവരാണെങ്കിൽ ഞാൻ ശ്രീ ബിന്ദു ഇലക്ട്രിക്കൽസിൽ നിന്നാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് സ്ഥിരം സാധനങ്ങൾ വാങ്ങുന്നത്. കാരണം അവിടെ ഹോൾസെയിൽ റേറ്റിനാണ് സാധനങ്ങൾ. ഇപ്പോൾ നമ്മളൊരു ബൾബ് വാങ്ങിച്ചാലും ഒരു സ്വിച്ച് വാങ്ങിച്ചാലും ഹോൾസെയിൽ റേറ്റിട്ടാണ് അവർ തരുന്നത്. നല്ല സാധനങ്ങൾ, നല്ല കമ്പനി സാധനങ്ങൾ, ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് തരുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് അവരിൽ നല്ല വിശ്വാസമാണ്. അത്യാവശ്യം റേറ്റൊക്കെ കുറച്ച് കിട്ടുമ്പോൾ നമ്മൾ വീണ്ടും അങ്ങോട്ടേക്കല്ലേ പോവുള്ളൂ. അപ്പോൾ ഞാൻ വാട്ടർ ഹീറ്റർ ഉണ്ടോ എന്ന് വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു ഉണ്ടോ, വന്നാൽ മതി എന്ന് പറഞ്ഞു. നമ്മുടെ തകരപ്പറമ്പാണ് ഈ ശ്രീ ബിന്ദു ഇലക്ട്രിക്കൽസ്.
ഞാൻ അവരുടെ ഡീറ്റെയിൽസ് താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എന്ത് സാധനം ഇലക്ട്രിക്കൽ സാധനം വേണമെങ്കിലും ഇപ്പോൾ വീട് പണിക്കായാലും റിനോവേഷൻ ആയാലും അല്ല എന്തെങ്കിലും ചെറിയ കാര്യത്തിനായാലും ഇവിടെ വന്നാൽ നല്ല റേറ്റ് ഇട്ട് നമുക്ക് തരുന്നതായിരിക്കും കേട്ടോ. അതുകൊണ്ട് എന്തെങ്കിലും ഇലക്ട്രിക്കൽ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യുക. എനിക്ക് ശ്രീ ബിന്ദുവിലെ കാണാൻ തന്നെ എനിക്കൊരു ഇലക്ട്രീഷ്യനെ തന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ പുള്ളിയും നല്ല എപ്പോൾ വിളിച്ചാലും വരെയും നല്ല നീറ്റായിട്ടോ ഓരോ വർക്കും ചെയ്തു തരികയൊക്കെ ചെയ്യും. അതുകൊണ്ട് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ശ്രീ ബിന്ദു ഇലക്ട്രിക്കൽസിലും അവിടുത്തെ ഇലക്ട്രീഷ്യനും. ഞാനിങ്ങനെ ജസ്റ്റ് ചോദിച്ചതേ ഉള്ളൂ, അപ്പോൾ അവർ ഇലക്ട്രീഷ്യനെ തന്നു കേട്ടോ. അപ്പോൾ എനിക്ക് പുള്ളിയെ ഇഷ്ടമായി. നിങ്ങളിപ്പോൾ കരുതുന്നുണ്ടാവും ഇലക്ട്രിക്കൽ ഷോപ്പിൽ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇതെവിടെയാണ് ഞാൻ നിൽക്കുന്നതെന്ന്. പോകുന്ന വഴിക്ക് നമ്മുടെ ജി ഷോക്കിൻ്റെ ഷോറൂം സ്പിസ് എന്തോ കേട്ടോ അവരുടെ ഷോറൂമിൻ്റെ പേര് ഞാൻ മറന്നുപോയി. തകരപ്പറമ്പിലേക്ക് കയറുന്നതിൻ്റെ അവിടെ വളവിലിരിപ്പുണ്ട് അവരുടെ ഒരു ഷോപ്പ്. ഞാനും എണ്ണൊക്കെ അവിടെ നിന്നാണ് വാച്ച് വാങ്ങിയത്. ഇപ്പം എനിക്ക് വാച്ച് കിട്ടുന്നില്ല, എൻ്റെ വാച്ച് വേദ കെട്ടിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ കരുതി വേദയ്ക്കൊരു വാച്ച് വാങ്ങാനല്ല, നോക്കുന്നതിന് കാശ് കൊടുക്കണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് പറഞ്ഞ് കയറിയപ്പോൾ പുതിയ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. കുറച്ച് ദിവസമായിട്ട് ഈ ഒരു കട റിനോവേഷനിലായിരുന്നു, അപ്പോൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വന്നപ്പോൾ അത് ഓപ്പൺ ചെയ്തിരിക്കുന്നത് കണ്ടു. നല്ല വലിയ ഷോറൂമൊക്കെ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ വേദയ്ക്ക് ഇങ്ങനെ വാച്ചൊക്കെ നോക്കുകയാണ്. എനിക്ക് അവിടെ ഇരുന്ന് ഓരോ വാച്ചും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എനിക്കങ്ങനെ വാച്ചിനോട് ഭയങ്കര ക്രേസ് ഇല്ല, എന്നാൽ എനിക്ക് സൺഗ്ലാസസിനോട് ഭയങ്കര ക്രേസാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വാച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. 10,000 എന്തോ 9,000 സംതിങ് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ വാങ്ങാനല്ല, ജസ്റ്റ് ഒന്ന് നോക്കിയതേ ഉള്ളൂ. പക്ഷെ ചില സാധനങ്ങൾ ഇങ്ങനെ നോക്കി വെച്ചിട്ട് പോയാൽ എപ്പോഴെങ്കിലും വാങ്ങട്ടോ. പിന്നെ ആ മനസ്സിൽ ആ സാധനം വേണം, വാങ്ങണം 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 എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ എപ്പോഴെങ്കിലും വാങ്ങും. അപ്പോൾ നോക്കിയിട്ട് ജസ്റ്റ് അവിടെ ഇരുന്ന് 1-2 വാച്ചസൊക്കെ നോക്കി. ഇപ്പോൾ എന്തായാലും വാങ്ങുന്നില്ല, ചുമ്മാ അതുവഴി പോയപ്പോൾ ഒന്ന് കയറിയെന്നേ ഉള്ളൂ. കുറേ ദിവസമായില്ല, ഞാൻ പറഞ്ഞില്ല റിനോവേഷനിലായിരുന്നു ആ കട. അതുകൊണ്ട് ഇപ്പോൾ ഓപ്പൺ ചെയ്തപ്പോൾ ഒന്ന് കയറാമെന്ന് കരുതി. ഒന്ന് വേദയ്ക്ക് വാച്ചൊക്കെ നോക്കിയിട്ട് നമ്മൾ അവിടെ നിന്ന് അപ്പോഴേ ഇറങ്ങി. എന്നിട്ട് വേദയ്ക്ക് ചാറ്റ് കഴിക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് ആ കാസിയോടെയൊക്കെ ഷോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മുടെ ബാബാസിൻ്റെയൊക്കെ നേരെ ഓപ്പോസിറ്റ്, അങ്ങനെ പറയുന്നതായിരിക്കും കുറച്ചുകൂടി ശരി. അവിടെ നല്ല അടിപൊളി സമോസ ചാറ്റൊക്കെ കിട്ടുന്ന ഒരു കടയുണ്ട് കേട്ടോ. കടയുടെ പേരെനിക്കറിയില്ല. ബാബാസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു കുഞ്ഞു ഷോപ്പാണ്. നേരത്തെ ഒരു അമ്മയും മോളും ഒക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവരെ കണ്ടില്ല, 2 ചേട്ടന്മാരാണ് അവിടെ നിന്നത്. ഇവിടുത്തെ സമോസ ചാറ്റ് ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, വേദയ്ക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ തൽക്കാലം കഴിക്കുന്നില്ല, അതിനുള്ള മറുപടി ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് വസ്ത്രയുടെ ടോപ്പാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ടോപ്പാണ് കേട്ടോ. പ്രത്യേകിച്ച് ബ്ലാക്ക് കളേഴ്സിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ദീപാവലിക്ക് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ദീപാവലിയിൽ നിന്നൊരു തീപ്പൊരി അവിടെ നിന്നോ വന്ന് വീണതിലൊരു കുഞ്ഞോട്ട വീണ് കേട്ടോ. എന്നിട്ടും ഞാൻ വിട്ടില്ല. എനിക്ക് അതിടുമ്പോൾ ഒരു പ്രത്യേക ഭംഗി പോലെ തോന്നി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഡ്രസ്സ്. അതുകൊണ്ട് ഞാൻ എന്നും അതെടുത്ത് കയറ്റി കേട്ടോ. ഇതിൻ്റെ വേറെ പീസസ് ഒന്നും ഇനി അവൈലബിൾ ആയിട്ടില്ല. അതിലുണ്ടായിരുന്ന ലാസ്റ്റ് പീസ് ഞാനിങ്ങനെ എടുത്ത കേട്ടോ. എന്നിട്ട് വേദയ്ക്ക് ചാറ്റെല്ലാം വാങ്ങി കൊടുത്തിട്ട് നമ്മൾ നേരെ ശ്രീ ബിന്ദുസിലേക്ക് പോവുകയാണ്. വേദ കഴിച്ചത് സമോസ ചാറ്റ് കേട്ടോ. അത് ഇവിടുത്തെ ഒരു സ്പെഷ്യലാണ്, നല്ല ടേസ്റ്റാണ്. പിന്നെ പാനിപൂരി, ബേൽപൂരി, സേവ് പൂരി, എല്ലാ പൂരിയും ഉണ്ട്. അതെല്ലാം നല്ലതാണ്. പക്ഷേ ഈ ഒരു സമോസ ചാറ്റ് കുറച്ചുകൂടെ എക്സ്ട്രാ ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ. അതുകൊണ്ട് പറഞ്ഞതാണ്. 30 രൂപ എന്തോ ആണേ. ശരി, എന്നിട്ട് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ശ്രീ ബിന്ദുസിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നപ്പോഴേക്കും കണ്ണൻ അവിടെ നിൽപ്പുണ്ട്. അതിൻ്റെ ഓണറാണ് കണ്ണൻ. ഞാൻ ഇന്നലെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ണന് വാട്ടർ ഹീറ്റർ എങ്ങനെയാണ് ഏതാ ഉള്ളത് എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു ഞാൻ 1 ലിറ്ററിൻ്റെ ആണ് ചോദിച്ചത്, വീട്ടിലിരിക്കുന്നത് 1 ലിറ്ററിൻ്റെ ആണ്. അപ്പോൾ പറഞ്ഞു ഇപ്പോൾ 1 ലിറ്ററിനെക്കാട്ടി നല്ല മൂവ്മെൻ്റ് ഉള്ളത് 3 ലിറ്ററിൻ്റെ ആണ്. വലിയ വില വ്യത്യാസമൊന്നുമില്ല, 10-200 രൂപ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഒരു 2,800 സംതിങ് എന്തോ ആണ് കേട്ടോ 3 ലിറ്ററിൻ്റെ റേറ്റ്. 1 ലിറ്ററിൻ്റെ റേറ്റും 2,000 അതുമായിട്ട് അടുപ്പിച്ച് ആണ് കേട്ടോ. അപ്പോൾ എന്നോട് ഇങ്ങനെ കണ്ണം പറഞ്ഞു എപ്പോഴും ഇപ്പോൾ എല്ലാവരും 3 ലിറ്ററിൻ്റെ ആണ് വാങ്ങുന്നത്. 1 ലിറ്ററിൻ്റെ ഈ പറഞ്ഞ പോലെ പൈസ വലിയ വ്യത്യാസം, ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഹീറ്റ് ആവുന്നതും 1 ലിറ്റർ ഹീറ്റായി പെട്ടെന്ന് കൂളാവുന്നത് കൊണ്ട് 3 ലിറ്ററാണ് നല്ലതെന്ന് പറഞ്ഞു. പിന്നെ ശരിയെങ്കിൽ 3 ലിറ്റർ തന്നെ എടുക്കാമെന്ന് കരുതി. നല്ല തിരക്കുണ്ട് കേട്ടോ. വൈകുന്നേരം സമയവും കൂടി ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വന്നാണ് ഞാൻ ഇവിടെ കിടന്ന് ശല്യം ചെയ്ത് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ അടുത്ത് നിന്ന് ആലോചിച്ചത് എന്താ വീഡിയോ എടുക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു യൂട്യൂബിലിടാനാണ് എന്നിങ്ങനെ പറഞ്ഞു. നമ്മളെവിടെ പോയാലും
ഞാനിങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഇട്ട് നടക്കുന്ന ആളാണെന്ന് ആ ചേട്ടൻ അറിയില്ലെന്ന് തോന്നുന്നു. എന്നെ വലിയ പരിചയമില്ലാന്ന് തോന്നുന്നു ആ ചേട്ടന്. അപ്പോൾ എന്തായാലും ഇതാണ് കേട്ടോ കണ്ണൻ. കണ്ണനാണ് ഇതിൻ്റെ ഓണർ. ഞാൻ ആ ഒരു വി ഗാർഡിൻ്റെ 3 ലിറ്ററിൻ്റെ ഒരു വാട്ടർ ഹീറ്ററാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കണ്ണൻ തന്നിട്ടുള്ള ഇലക്ട്രീഷ്യൻ ചേട്ടനെ തന്നെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി നാളെ വരാമെന്ന് പറഞ്ഞു. വാറൻറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. 5 വർഷം ഫുൾ വാറൻറ്റി എന്നോ എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നു. സംഭവം ചീത്തയാകുമ്പോഴും മാത്രമല്ലേ നമ്മളടുത്ത് ഇങ്ങനെ നോക്കത്തുള്ളൂ. വാറൻറ്റീൻ്റെ കാര്യമൊക്കെ ചോദിക്കും. അപ്പോൾ ഇങ്ങനെ പറയും. പിന്നെ എന്താണെന്നും ഒരു ഓർമ്മയുണ്ടാവില്ല കേട്ടോ. എന്തായാലും സംഭവം വാങ്ങിച്ചിട്ടുണ്ട്. ഇത് വേറെ ഉപയോഗിക്കാനൊന്നും അല്ല. എന്നിട്ട് എന്നോട് ചോദിക്കുക ഇത് ആരുടെ റൂമിൽ വയ്ക്കാനാണ്? ഞാൻ പറഞ്ഞു നിൻ്റെ റൂമിൽ വെച്ച് തരാം. അത് നല്ലത്, എനിക്ക് പഴയതൊന്നും എൻ്റെ റൂമിൽ ഇനി വെക്കണ്ടെന്ന്. അവൾ ഉപയോഗിക്കില്ല, എന്നാലും പറയുന്നതിനൊന്നും ഒരു കുറവില്ല. എന്തിനേറെ പറയുന്നു, ഇലക്ട്രിക്കൽ ഷോപ്പിൽ വന്നിട്ടുള്ള ബൾബും ലൈറ്റും ഒക്കെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അവൾ ആ റൂമിലിടാം, അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് ഒരേ ബഹളം. ഈ കൊച്ചിനെ കൊണ്ടൊന്നും ഒരു രക്ഷയില്ല. ഇലക്ട്രിക്കൽ ഷോപ്പിൽ വന്നാൽ പോലും ഒരു സമാധാനം തരാത്തൊരു കൊച്ച് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനിടയ്ക്ക് സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കുന്നത് അവർക്കൊരു ശല്യമായിട്ട് തോന്നുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഏട്ടനാണെങ്കിൽ പിന്നെ എവിടെയെങ്കിലും വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞാൽ അതിനകത്ത് അതിനകത്ത് കയറി നിന്ന് എടുക്കുകയാണ് കേട്ടോ. അവരെ മാക്സിമം ശല്യം ചെയ്യുന്ന രീതിയിൽ ഏട്ടൻ എടുക്കത്തുള്ളൂ. ഇല്ല കേട്ടോ, അവർക്ക് സന്തോഷമുണ്ട് നമ്മൾ വീഡിയോസ് ഇടുന്നത്. കാരണം നമ്മൾ വീഡിയോസ് ഇട്ട് ഞാൻ വന്ന് ആദ്യം ചോദിച്ചു, എൻ്റെ വീഡിയോസ് ഇടുന്നത് കൊണ്ട് ആരെങ്കിലുമൊക്കെ വിളിക്കുന്നുണ്ട്? ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. അപ്പം നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്, വാങ്ങുന്നുണ്ട് എന്നൊക്കെ അറിയുമ്പോൾ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. അപ്പം നമ്മളിങ്ങനെ വീഡിയോ എടുത്തിടുന്നത് കൊണ്ടല്ലേ അവർക്ക് മറ്റുള്ളവർ അറിയുന്നത്. അതുകൊണ്ട് അവർക്കും സന്തോഷമുള്ള കാര്യം, എനിക്കും സന്തോഷമുള്ള കാര്യം. അപ്പോൾ എവിടെയാണ്? തകരപ്പറമ്പിൽ കയറുന്നതിൻ്റെ അവിടെ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് ശ്രീ ബിന്ദു ഇലക്ട്രിക്കൽസ്. ഹോൾസെയിൽ റേറ്റിനാണ് എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുന്നത്. അപ്പോൾ എൻ്റെ പേര് പറഞ്ഞിട്ട് ഇവിടെ വന്ന് വാങ്ങുക. ഞാൻ നമ്പറും ഡീറ്റെയിൽസും ലൊക്കേഷനും ഒക്കെ താഴെ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ പേര് പറയണമെന്ന് പറയേണ്ട കാര്യം, കാരണം നമ്മളിങ്ങനെ വന്ന് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അവർക്ക് ഇവളിങ്ങനെ വീഡിയോ എടുത്തിട്ട് പോയിട്ട് നമുക്ക് എന്താണ് ഉപയോഗം എന്ന് അവർ മനസ്സിൽ കരുതുമായിരിക്കും. അപ്പം നിങ്ങൾ ആ ശ്രീകുട്ടിയുടെ വീഡിയോ കണ്ടിട്ടാണ് വന്നത് എന്ന് പറയുമ്പോൾ അവൾ എടുത്തിട്ട് പോയതിൽ കാര്യമുണ്ട് കേട്ടോ എന്ന് അവർ മനസ്സിൽ കരുതും. അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ടും പോകുമ്പോൾ ഒന്ന് ജസ്റ്റ് എൻ്റെ പേര് മെൻഷൻ ചെയ്യുക. അപ്പോൾ പിന്നീട് നമുക്ക് വന്ന് ചോദിക്കുമ്പോൾ പറയുമല്ലോ നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് ആൾ വരുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷം കേട്ടോ. അത് ഇവിടെ നിന്നല്ല, എവിടെ ആയാലും ഞാനൊരു കാര്യം പറയുമ്പോൾ അവിടെ കൊള്ളാമെന്ന് പറയുമ്പോൾ ഉറപ്പായിട്ട് അവിടെ ചെന്നിട്ട് ശ്രീകുട്ടിയുടെ വീഡിയോ കണ്ടിട്ടുണ്ടേ എന്നിങ്ങനെ പറയുമ്പോൾ എനിക്കൊരു അഭിമാനം. ഞാൻ ഈ നല്ലതൊന്നും കാണിക്കുന്നത് ആരും കാണില്ല കേട്ടോ. എന്തേലും അതിലൊരു മോശം പറഞ്ഞാൽ അത് കണ്ടുപിടിച്ച് അതിനെ കുത്തിപ്പൊക്കി പറയാനായിട്ട് ഒരുപാട് പേരുണ്ടാവും. അതെന്തായിക്കോട്ടെ, വിട്ടേക്കാം അല്ലേ. ശരി, അപ്പോൾ ഞാൻ നമ്മുടെ വാട്ടർ ഹീറ്റർ വാങ്ങി നേരെ ഇനി സ്മാർട്ട് ബസാറിലേക്ക് പോവുകയാണ്. കാർ നമ്മൾ അവിടെയല്ലേ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കാറിൽ കൊണ്ട് വച്ചിട്ട് ഒരു കുഞ്ഞു ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. നോക്കിയാൽ കറുത്ത ഡ്രസ്സ് ഇട്ടപ്പോൾ എന്നെ കാണാൻ എന്താ ഭംഗിയെന്ന്. അതുപോലെ തന്നെ ആ പച്ച ഡ്രസ്സ് ഇട്ടപ്പോഴും ഒരുപാട് പേര് കൊള്ളാമെന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ പേഴ്സണലി എനിക്ക് കറുപ്പ് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ ഡ്രസ്സിനോട് എനിക്ക് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ കൊണ്ടുവന്ന് വാട്ടർ ഹീറ്റർ വണ്ടിയിൽ വച്ചിട്ട് കാറിൽ വച്ചിട്ട് വന്നു. അപ്പോൾ ഞാനും വേദങ്ങളും കൂടെ അടികൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഡ്രസ്സ് എടുത്ത് വെച്ച് അത് നോക്കി ഇത് നോക്കിയൊക്കെ നിൽക്കുകയാണ്. ഏട്ടൻ വന്ന ശേഷം കേട്ടോ മുകളിലോട്ട് പോയത്. കാരണം എനിക്ക് ഏട്ടനെ കൊണ്ട് വീഡിയോ എടുപ്പിക്കണം, അതുകൊണ്ട് ഞാൻ മുകളിലോട്ട് പോകാണ്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. എന്നിട്ട് മുകളിലേക്ക് കയറി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങുകയാണ്. വേറൊന്നുമില്ല, ഷാംപൂ, കണ്ടീഷണർ, ഡിഷ് വാഷർ, അങ്ങനെ വേണ്ട കുറച്ച് ചവറ് സാധനങ്ങളാണ് വേണ്ടത്. പിന്നെ നെട്ടയത്ത് വീട്ടിലാണെങ്കിൽ കപ്പില്ല, ചായ കുടിക്കുന്ന കപ്പില്ല. എപ്പോഴും വാങ്ങുന്നതാണ്, അമ്മയുടെ കയ്യിൽ നിന്ന് എപ്പോഴും പൊട്ടി പോയി ചായ കുടിക്കുന്ന കപ്പില്ല. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വാങ്ങാൻ നേടി. കാരണം അമ്മ വാങ്ങുന്ന കപ്പല്ല, ഒരു 3 ചായ കൊള്ളുന്ന കപ്പായിരിക്കും അമ്മ വാങ്ങുന്നത്. അതുകൊണ്ട് ഇപ്രാവശ്യം കുഞ്ഞ് കപ്പ് വാങ്ങിക്കാൻ നേടി. ഇവിടെ സ്മാർട്ട് ബസാറിൽ നല്ല ക്യൂട്ടായിട്ടുള്ള കപ്പുകളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊക്കെ കുറച്ച് ചായ മതി. അമ്മയ്ക്കാണെങ്കിൽ ഒരു വലിയ കപ്പ്, ഒരു 2 ടൗൺ നിറച്ച് ചായ വേണം കേട്ടോ. അപ്പോൾ അമ്മ 1 ടൗൺ നിറച്ച് കുടിക്കട്ടെ, ബാക്കി നമുക്കൊക്കെ കുഞ്ഞ് കപ്പ് മതി എന്ന് പറഞ്ഞ്. അത് വലിയ ഗ്ലാസ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, അതിൻ്റെ പകുതിയിലായിരിക്കും ചായ ഒഴിക്കുന്നത്. അമ്മ ഗ്ലാസ് നിറയായിരിക്കും ചായ ഒഴിച്ചിട്ട് തരുന്നത്. അത് വരുന്ന ഗസ്റ്റുകൾക്കായാലും അമ്മ അങ്ങനെ കൊടുക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം കുഞ്ഞ് കപ്പ് വാങ്ങാമെന്ന് കരുതി. പിന്നെ ഓൺലൈനിൽ നോക്കിയിട്ട് അമ്മയ്ക്ക് കണ്ണിന് കണ്ടത് ഇഷ്ടം തോന്നും, അങ്ങ് ഓർഡർ ചെയ്യും. കുറേ കപ്പുകളുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്, ഒരുപാട് കപ്പുകളുണ്ട്. പക്ഷേ ഈ വരുന്നതൊന്നും നല്ല സാധനങ്ങളായിരിക്കില്ല. അമ്മ റേറ്റിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നും നോക്കില്ല. അമ്മയുടെ കണ്ണിന് കൊള്ളാൻ ഭംഗിയുണ്ടെന്ന് തോന്നിയില്ല. എത്ര ഓർഡർ ചെയ്ത് അത് വരുന്ന സാധനം അഴിക്കുകയാണെങ്കിലും വീണ്ടും ഓർഡർ ചെയ്തോളും കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം ഞാൻ കരുതി കപ്പ് വാങ്ങാം എന്ന് കരുതി അങ്ങനെ കപ്പ് വാങ്ങിക്കാനായിട്ട് വന്നത്. കപ്പും പിന്നെ പറഞ്ഞ പോലെ ഷാമ്പൂ, ഡിഷ് വാഷർ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വാങ്ങാൻ തരുത് കേട്ടോ. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഷാമ്പൂ മാമ എർത്തിൻ്റെ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂ ആണ്.
നല്ല കിടിലൻ ഷാമ്പു കേട്ടോ. എനിക്ക് ഡാൻഡ്രഫിൻ്റെ പ്രശ്നം എനിക്കും വേദയ്ക്കും ഉണ്ട്. ഒരുപാട് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് വരെ പോയി ഫ്ലോപ്പായിട്ട് ഈ ഒരു ഷാമ്പു യൂസ് ചെയ്തപ്പോൾ എനിക്കും വേദയ്ക്കും നല്ല വ്യത്യാസമുണ്ട്. മറ്റുള്ളവരുടെ കാര്യം അറിയില്ല. ഞാൻ ഈ ഒരു റിവ്യൂ നേരത്തെ പറഞ്ഞപ്പോൾ ഒരുപാട് പേര് മാമാരത്തിൻ്റെ ആ ഒരു ഷാമ്പു കൊള്ളില്ല എന്ന് പറഞ്ഞത്. ഹെയറൊക്കെ നല്ല ഡ്രൈ ആവുന്നുണ്ട്, നല്ല ഫ്രിസ്സൊക്കെ ആവുന്നുണ്ട്. പക്ഷേ ഡാൻഡ്രഫ് പോയി. എനിക്കതാണ് ഏറ്റവും വലിയ കാര്യം. അല്ലെങ്കിൽ എൻ്റെ കൈ തലയിലേ ഇരിക്കത്തുള്ളൂ, ചൊറിഞ്ഞ് നടക്കുമായിരുന്നു. വേദയ്ക്കും അതേപോലെ ആയിരുന്നു. പക്ഷേ ആ ഷാമ്പു യൂസ് ചെയ്തതിന് ശേഷം ഡാൻഡ്രഫ് ഇല്ല. പക്ഷേ നമ്മൾ അത് ഉപയോഗിക്കാണ്ടിരുന്നാൽ വീണ്ടും ഡാൻഡ്രഫ് വരുന്നുണ്ട് കേട്ടോ. എനിക്ക് പേഴ്സണലി നല്ലൊരു ഷാമ്പു ആണ് മാമാരത്തിൻ്റെ ഒരു യെല്ലോ കളർ ബോട്ടിലിൻ്റെ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു. അതിൻ്റെ തന്നെ സെയിം കണ്ടീഷണറും ഉണ്ട്. അത് ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല, എനിക്ക് കിട്ടിയിട്ടില്ല. ഓൺലൈൻ ഉണ്ടെന്ന് തോന്നുന്നു, അത് ഞാൻ വാങ്ങിയില്ല. പക്ഷേ കണ്ടീഷണർ ഞാൻ വേറെ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഞാനേ കപ്പ് അന്വേഷിച്ച് നടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഞാൻ ആദ്യം കരുതിയത് സ്റ്റീൽ കപ്പ് വാങ്ങി കൊടുക്കാം, അതാകുമ്പോൾ ഇട്ട് പൊട്ടിച്ച് കളയില്ലല്ലോ. അങ്ങനെ സ്റ്റീൽ കപ്പ് നോക്കിയപ്പോൾ നല്ല കപ്പ് ഉണ്ടായിരുന്നില്ല. നല്ല മോഡലുള്ള കപ്പുണ്ട്, പക്ഷേ അതിനകത്ത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ കപ്പ് 2-3 ലെയറായിട്ടാണ് വരുന്നത്. അതിൻ്റെ ലെയേഴ്സിലെല്ലാം വെള്ളം കയറിയിട്ട് ഒരുമാതിരി ഇരിക്കും കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ ആ കപ്പ് വാങ്ങിയില്ല. പിന്നെ ഞാൻ കരുതി എന്തായാലും അല്ലാത്ത കപ്പ് തന്നെ വാങ്ങാമെന്ന് കരുതിയിട്ട് ഇങ്ങനെ കപ്പ് നോക്കി നടക്കുകയാണ്. അങ്ങനെ നോക്കി നടന്നപ്പോൾ വേദയാണ് ആ കപ്പ് എടുത്തുകൊണ്ടൊന്ന് കാണിച്ചു തന്നത്. നല്ല ക്യൂട്ട് കുഞ്ഞു കപ്പ്. ഇതിൻ്റെ വേറെയും നെട്ടേ തിരിപ്പുണ്ട്, അതിനി പൊട്ടിച്ച് കളഞ്ഞോന്ന് അറിയത്തില്ല. അത് വേദയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത്രയും ചായയുടെ ആവശ്യമേ ഉള്ളൂ. പിന്നെ ഒരുപാട് ചായ കുടിക്കുന്നവരും ഒരുപാട് പേരുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത്രയ്ക്ക് ഒരു ചായയുടെ ആവശ്യമല്ലേ ഉള്ളൂ. അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകിച്ചും ഇതേ, അല്ലെങ്കിൽ രണ്ടാമത് നിറച്ച ചായ ആയിരിക്കും നമുക്ക് എല്ലാവർക്കും തരുന്നത് കേട്ടോ. നോർത്തിലൊക്കെ പോയാൽ ഇതിൻ്റെ പകുതിയുടെ പകുതിയാണ് കിട്ടുന്നത്. പക്ഷേ ആ ചായ കുടിക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ്. ചായ കുടിച്ചു എന്നുള്ളൊരു ഫീലാട്ടോ. നല്ലൊരു സുഖമൊക്കെ തോന്നും. അത്രയും മതി ചായ എന്നുള്ളൊരു ഫീലൊക്കെ ഉണ്ടാവും. ഒരുപാട് കുടിക്കുമ്പോഴാണ് നമ്മൾ പിന്നെ മടുത്ത് പോകുന്നത്. അങ്ങനെ അവിടെ ഇരുന്ന ഡെമോ കപ്പ് ചോദിച്ചപ്പോൾ അതിൽ അവിടെ കിടന്ന കപ്പ് ഞാൻ നോക്കിയിട്ട് ഓർമ്മ ഉണ്ടായിരുന്നില്ല. വേറെ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഡെമോയാണ്, വേറെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വേറെ കാണിച്ചു തന്നു. അപ്പോൾ അടിയിലൊക്കെ ഒരുപാട് പീസസ് ഇരിപ്പുണ്ട് വേറെ കളേഴ്സിലൊക്കെ. അതിനെയൊക്കെ പെറുക്കി ഞാൻ എടുക്കുകയാണ് കേട്ടോ. ഒരു 5-6 കപ്പ് വാങ്ങി, ഒരു 7 കപ്പ് ഞാൻ വാങ്ങി. അതിന് എപ്പോഴാണ് ഇട്ട് പൊട്ടിക്കുന്നതെന്ന് അറിയത്തില്ല. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഡയറ്റിൻ്റെ കാര്യം ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കുറച്ച് ദിവസമായിട്ട് ഞാനൊന്നും പറയുന്നില്ല. ഇന്നലെ ഒരു കമൻറ്റ് കണ്ടു, വീണ്ടും ഡയറ്റ് തുടങ്ങിയോ എന്ന് ചോദിച്ചപ്പോൾ ആരുണ്ട് വേറെ എന്തോ തിരിച്ച് കമൻറ്റൊക്കെ ഇട്ടിരിക്കുന്നത് കണ്ടായിരുന്നു. ഞാൻ ഡയറ്റിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ ഡയറ്റ് തുടങ്ങിയെന്നോ ഇല്ലെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് ആ ചോദ്യം വന്നതെന്ന് മനസ്സിലായില്ല. ഒരു പക്ഷേ എല്ലാ വീഡിയോസിന് താഴെയും വീഡിയോസിന് മുൻപൊക്കെ ഞാൻ ഡയറ്റാണെന്ന് പറയുന്നത് കൊണ്ട് ആ ഒരു വാക്ക് മിസ്സായത് കൊണ്ടാണോ നിങ്ങൾ ചോദിച്ചതെന്ന് അറിയത്തില്ല. എന്തായാലും ഡയറ്റാണോ ഇല്ലയെന്നൊക്കെ ഉള്ളത് 2-3 മാസം കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം. ഞാൻ വണ്ണം വെച്ച് വലുതായി വിജനിപ്പിച്ച് വരികയാണെങ്കിൽ ഡയറ്റല്ല, മെലിങ്ങി വരികയാണെങ്കിൽ ഡയറ്റാണ് എന്നങ്ങ് കണക്കാക്കിക്കോളൂ. ഓക്കെ, ഞാനും വേദയും കൂടി അതിഗംഭീരമായിട്ട് വഴക്ക് കൂടുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. കാരണം ഇന്ന് എന്താണെന്നറിയില്ല, വേദയ്ക്ക് എന്ത് സാധനം കണ്ടിട്ടും വേദയ്ക്ക് വേണം. ആ ഇലക്ട്രിക്കൽ കടയിൽ കയറിയിട്ട് അവൾക്ക് വെറുതെ ബൾബ് വേണം, ലൈറ്റ് ഹാങ് ചെയ്യുന്ന ലൈറ്റ് അവൾക്ക് വേണം. എനിക്കറിയില്ല അവൾക്ക് എന്താണെന്ന് പ്രശ്നം പറ്റിയതെന്ന് അറിയില്ല. അത് കഴിഞ്ഞിട്ട് സ്മാർട്ട് ബസാറിൽ വന്നപ്പോൾ ഈ ഒരു ഏരിയയിൽ വന്നിട്ടുള്ള ചട്ടിയും പാത്രവും കലവും ഒക്കെ വേദ പറക്കി എടുക്കണം. ഞാൻ കേട്ട് നിനക്ക് എന്താ, ആദ്യം അവിടെ ചെന്ന് അവൾക്ക് ആവശ്യമുള്ള എന്തോ ക്ലേയോ കളറോ എന്തൊക്കെയോ സാധനങ്ങൾ വാരിയെടുത്തു. ഞാനൊന്നും പറഞ്ഞില്ല. വീണ്ടും വന്ന് ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളൊക്കെ ഈ ചട്ടിയും പാത്രമൊക്കെ അവൾക്ക് എന്തിനാണ്. അങ്ങനെ ഞാൻ വഴക്ക് പറയാം കേട്ടോ. കുറേ ദിവസമായിട്ട് ഞങ്ങൾ വേദയൊക്കെ ആയിട്ട് ഷോപ്പിങ്ങിന് പോയില്ല. അതുകൊണ്ടാണ് ഇന്ന് വേദയെ കൂടെ കൂട്ടി വരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയത് കേട്ടോ. ഇന്ന് വേദയും കൊണ്ട് വന്നത് ഏറ്റവും ഒരു മോശം തീരുമാനമായി പോയി എന്ന് എനിക്കിപ്പോൾ തോന്നുകയാണേ. കാരണം ഇത്രയും നാൾ കൊണ്ടുവന്നതിൽ ഇത്രയും അതിക്രമം ഉണ്ടായിരുന്നില്ല. ഇന്ന് കുറച്ച് ഓവറാണ് കേട്ടോ. എന്തൊക്കെയോ വാരിപ്പറക്കി അങ്ങനെ അങ്ങ് എടുക്കുകയാണേ. അതിനൊപ്പിച്ചേട്ടന് നിൽപ്പുണ്ട്, വാങ്ങിക്കോട് പാവമല്ലേ, വാങ്ങിക്കുക നീ വാങ്ങിയില്ല. അപ്പം ഞാൻ അവളെടുത്തിടുന്ന സാധനത്തിന് തിരിച്ചു വയ്ക്കും. ഞാനൊരു റൗണ്ട് കറങ്ങിയിട്ട് വരുമ്പോൾ വീണ്ടും ആ ബാസ്ക്കറ്റിനകത്ത് ആ സാധനം ഉണ്ടാവും കേട്ടോ. അങ്ങനെ 2 പേരും കൂടി അങ്ങ് വാങ്ങിച്ച് കൂട്ടുകയാണ്. ഏട്ടനല്ല, വേദ വാങ്ങിക്കുന്നു, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഏട്ടൻ. എന്തൊരു അതിക്രമമാണെന്ന് നോക്കിയാൽ. ഞാനങ്ങനെ പറഞ്ഞുകൊണ്ട് ഇനി അങ്ങ് നിന്നെ കൊണ്ടുവരേയില്ല എന്നും പറഞ്ഞ് ഞാനും വേദയും കൂടി ഫുൾ വഴക്ക് കേട്ടോ. വഴക്കല്ല, അവൾ ഓരോന്നെടുക്കും, അതിന് ഞാൻ തിരിച്ചു വയ്പ്പിക്കും, വീണ്ടും അവൾ ഓരോന്നെടുക്കും. അങ്ങനെ എടുക്കാൻ സമ്മതിക്കാത്തതിന് അവൾ മോന്തയെല്ലാം വലിച്ച് വാരി കെട്ടിക്കൊണ്ട് നിൽക്കും. അങ്ങനെ ഞാൻ വഴക്ക് പറയും. അങ്ങനെയൊക്കെ ഉള്ള ഇത്, അല്ലാതെ വേറൊന്നുമില്ല.
പിന്നെ ഞാൻ ആദ്യം വാങ്ങിച്ച് തരൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ അങ്ങ് മിണ്ടാതെ കാണാത്ത പോലെയൊക്കെ നിൽക്കും കേട്ടോ. അപ്പോൾ രണ്ടുപേരും കൂടെ പറക്കി ബാസ്ക്കറ്റിലൊക്കെ ഇടും. ഞാൻ വാങ്ങിച്ച് കൊടുക്കും. പക്ഷേ ഇന്ന് കുറച്ച് ഓവറാണ് വേദ, എന്താണെന്നറിയില്ല. ഇനി ഞാൻ പറയും, ഇനി ഞാൻ നിന്നെ കൊണ്ട് വരൂല, കുറേ ദിവസമായില്ലേ പുറത്ത് ഇറങ്ങിയിട്ടെന്ന് കരുതിയാണ് ഇന്ന് ഇറങ്ങിയത്. ഇറങ്ങിയപ്പോൾ ഇന്ന് നിനക്ക് കുറച്ച് കൂടുതലാണ്, ഇനി കൊണ്ടുവരൂല എന്ന് ഞാൻ തീരുമാനിച്ചു കേട്ടോ. ലുലുവിൽ പോയിരുന്നെങ്കിൽ ഇതും ആയിരിക്കില്ലായിരുന്നു അവസ്ഥ. എന്തായാലും കുറേ നാളിന് ശേഷം വന്നതായതുകൊണ്ട് കുറച്ച് കൂടുതൽ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. ഇതുപോലെ ഇനി എപ്പോഴെങ്കിലും വരാൻ കുറച്ച് താമസിച്ചാലോ, ലേറ്റ് ആയാലോ എന്നത് ഞാൻ എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് വയ്ക്കും കേട്ടോ. ഇപ്പോൾ ഓൾറെഡി ഷാമ്പൂവും എല്ലാം ഇരിപ്പുണ്ട്, എങ്കിലും ഞാൻ വീണ്ടും വാങ്ങിച്ച് വയ്ക്കും. അപ്പോൾ എനിക്ക് തീരുമ്പോൾ എടുക്കാമല്ലോ, അല്ലെങ്കിൽ തീരുമ്പോൾ നമ്മൾ കടയിൽ ഓടണ്ടേ. അതുകൊണ്ട് എല്ലാം വാങ്ങിച്ച് ഞാൻ സ്റ്റോക്ക് ചെയ്ത് വയ്ക്കും കേട്ടോ. ഇത് ഈ ഒരു ഷാമ്പൂ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്, യെല്ലോ കളർ മാമയത്തിൻ്റെ. അവിടെ മാമയത്തിൻ്റെ ഇതിൻ്റെ ഷാമ്പൂവിനൊക്കെ നല്ല ഓഫറുണ്ട് കേട്ടോ. നല്ല ആണിയൻ ഷാമ്പൂവിനൊക്കെ നല്ല ഓഫേഴ്സ് കൊടുത്തിട്ടുണ്ട്. ബൈ 1 get 1 ഫ്രീയോ, 300 റുപ്പീസ്, ഒന്നിന് 300 റുപ്പീസ് എന്നോ അങ്ങനെ എന്തൊക്കെയോ കുറേ ഓഫേഴ്സൊക്കെ പറഞ്ഞു. ഇവിടെ നിന്നവർ വന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ യൂസ് ചെയ്യുന്ന ഷാമ്പൂ ഇതാണ്, എനിക്കിത് മതി എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ അതെടുത്ത്, കണ്ടീഷണർ എടുത്ത്, സോപ്പ് എടുത്ത്, ഹാർപ്പിക് എടുത്ത്, ഡിഷ് വാഷർ എടുത്തു, പിന്നെന്താണ്, പിന്നെ ഇത്രയൊക്കെ തന്നെ എടുത്തത് കേട്ടോ. പിന്നെ വേദയുടെ സാധനങ്ങൾ, ആ കപ്പ് വാങ്ങി, ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇനി ഗോതമ്പ് മാവ് വാങ്ങണം. പിന്നെ എന്താണ്, ഗോതമ്പ് മാവ് ഞാൻ ആശീർവാദിൻ്റെ ചെറിയൊരു പാക്കറ്റ് വാങ്ങിയുള്ളൂ. കാരണം വലിയ പാക്കറ്റ് വാങ്ങിയാൽ പെട്ടെന്ന് അതിൽ പുഴു വരും കേട്ടോ. നമ്മൾ ഒരുപാട് പെട്ടെന്ന് ഉപയോഗിച്ചില്ല എങ്കിൽ അതിൽ പെട്ടെന്ന് പുഴു വരും. അപ്പോൾ ആരോണ്ടൊക്കെ കമൻറ്റ് ചെയ്തിരുന്നു അത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഒന്നും ചെയ്യില്ല എന്ന്. എൻ്റെ ഫ്രിഡ്ജിലില്ലാത്ത സാധനങ്ങളൊന്നുമില്ല മക്കളെ. പയറ്, പരിപ്പ്, അരി, പച്ചരി, എല്ലാ സാധനങ്ങളും ഞാൻ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത്. 5 കിലോ 10 കിലോ ഗോതമ്പ് മാവ് കൂടെ വാങ്ങിച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനുള്ള സ്ഥലം അതിലില്ലാത്തത് കൊണ്ട് ഗോതമ്പ് മാവ് വാങ്ങിച്ച് സൂക്ഷിക്കൽ നടക്കത്തില്ല. അതുകൊണ്ട് ചെറിയ പാക്കറ്റാണ് വാങ്ങിയത് കേട്ടോ. അപ്പോൾ താഴെ ഞാൻ ഇറങ്ങി വന്നപ്പോഴേക്കും ഡിഷ് വാഷറിന് നല്ല ഓഫർ ബൈ 1 get 1 എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കൊള്ളാവോ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ചെക്ക് ചെയ്യാണ്, അതിൻ്റെ വിലയൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. ബൈ 1 get 1 ഫ്രീ ആണ്. പക്ഷേ മുകളിൽ നിന്ന് ഞാൻ ഡിഷ് വാഷർ എടുത്തു. പിന്നെ ഇത് കണ്ടിട്ടൊരു ലുക്ക് തോന്നിയില്ല. പിന്നെ ഞാൻ അതിനെ അവിടെ അങ്ങ് വെച്ചിട്ട് വന്നു കേട്ടോ. പിന്നെന്താണ്, പിന്നെ ഒന്നും വാങ്ങിച്ചില്ല. പിന്നെ വേദെന്തോ മറ്റേ സാഗോ പപ്പഡ്, അതായത് മറ്റേ ചവ്വരി, അതിൻ്റെ പപ്പടം ഞാനിതുവരെ വാങ്ങിച്ചിട്ടില്ല. അത് കണ്ടപ്പോൾ നല്ല കളർഫുള്ളായിട്ട് ഇരിക്കുന്നത് കണ്ടപ്പോൾ വേദ അതിൽ ചെന്ന് തൊട്ടിട്ടൊക്കെ വന്നു. ഞാൻ മുകളിലൊക്കെ കുറേ വഴക്ക് പറഞ്ഞത് കൊണ്ടാവുമെന്നും വേണമെന്ന് ഇങ്ങനെ പറയാതെ അതിൽ ചെന്ന് ഇങ്ങനെ തൊട്ടിട്ട് വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായത് വേണമെന്നുള്ളത്. അങ്ങനെ വേണമെന്ന് ചോദിച്ചപ്പോൾ ആ വേണമെന്ന് പറഞ്ഞു. പിന്നെ അത് സാഗോ പപ്പഡ്, ചവ്വരി കൊണ്ടുണ്ടാക്കുന്ന പപ്പടം, അത് വാങ്ങിച്ചു കൊടുത്തു. പിന്നെ ഈ അല്ലാത്ത ഒരു പപ്പടം ഉണ്ടല്ലോ, മസാലയൊക്കെ വരുന്നവരുണ്ട്, മസാലയല്ല പല ഫ്ലേവറിൽ, ഗാർലിക് അങ്ങനെയൊക്കെ ഉള്ള ഫ്ലേവറിൽ വരുന്ന പപ്പടം ഉണ്ടല്ലോ, അതും വാങ്ങി. അതിനിടയ്ക്ക് ഞാൻ കരുതി നല്ല കുട്ടിയായി എന്നോട് മര്യാദയ്ക്ക് നിൽക്കുകയാണെന്ന്. അതിനിടയ്ക്ക് ചെന്ന് ബോബ ഡ്രിങ്ക് ഇരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു ബോബ ഡ്രിങ്കും അതിൽ നിന്ന് തൊട്ടടുത്തിരുന്നേന്ന് എടുത്ത കേട്ടോ. പാവം ഈ പുള്ളിക്കാരനുണ്ടല്ലോ, ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് കാര്യം പറഞ്ഞ് പുള്ളി കേൾക്കുന്നില്ല. അങ്ങനെ ഞാൻ ഇങ്ങനെ കൈ കൊണ്ട് ആക്ഷൻ കാണിച്ചപ്പോൾ പുള്ളി ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോഴെനിക്ക് മനസ്സിലായി സംസാരിക്കത്തുമില്ല, ചെവിയും കേൾക്കത്തില്ല എന്ന് കേട്ടോ. പാവം. ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് അത്രയും വേണ്ട, ഇത് ഞാനും വാങ്ങിച്ച് ഉണ്ടാക്കിയിട്ടില്ല ഈ സാഗോ പപ്പഡ്. അപ്പോൾ അത് കൊള്ളാവോ ഇല്ലയെന്ന് അറിയാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ആദ്യം ഞാൻ പറഞ്ഞു 1/2 കിലോ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു 1/4 കിലോ മതി എന്ന് പറഞ്ഞിട്ട് പുള്ളി കേൾക്കുന്നേ ഇല്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ചെവി കേൾക്കത്തില്ല എന്നങ്ങനെ. ഞാനിങ്ങനെ കൈ കൊണ്ട് കാണിച്ചപ്പോൾ മനസ്സിലായിട്ട് പുള്ളി പിന്നെ എടുത്ത് തന്നു കേട്ടോ. ഈ ഒരു പപ്പടവും കൂടിയാണ് വാങ്ങിയത്, ഈ കളർഫുള്ളായിട്ടിരിക്കുന്നത്. ഇത് വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് വാങ്ങാറുണ്ട്, പക്ഷെ മറ്റു സാധനം വാങ്ങിച്ചിട്ടില്ല. അതിനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അതുകൊണ്ട് വാങ്ങിച്ചതാണേ. അപ്പോഴാണ് നേരെ ഓപ്പോസിറ്റ് ചെന്നിട്ട് ബോബ ഡ്രിങ്ക് കൂടെ വാങ്ങിച്ചിട്ട് വന്നത്. എന്ത് നിഷ്കളങ്കതയോടെ വേദ ആ സാധനം വാങ്ങിച്ചിട്ട് വന്നു നോക്കിയേ കണ്ടോ. വേദ വാങ്ങിച്ചതിൻ്റെ റിയാക്ഷനാണ് എൻ്റെ മുഖത്ത് കാണുന്നത്. ഞാനും ഏട്ടൻ വഴക്ക് പറഞ്ഞു കേട്ടോ. ഞാൻ ഏട്ടനെ വഴക്ക് പറഞ്ഞു, എന്തിനാണ് ഈ കൊച്ചിന് ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ച് വഴക്ക് പറഞ്ഞു. അത് കഴിഞ്ഞ് ഐസ്ക്രീം നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ ഒരു കുന്തോ വാങ്ങിച്ചില്ല, നീ പോന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞു. അങ്ങനെ വേണ്ട സാധനങ്ങളും വേണ്ടാത്ത സാധനങ്ങളും എല്ലാം കൂടി വാങ്ങിച്ച് പറക്കി ബില്ലൊക്കെ ചെയ്തു. എന്നിട്ട് നമ്മൾ താഴെ ചെന്നപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ കാണുന്നൊരു അമ്മയെ കണ്ടു, പരിചയപ്പെട്ടു, സംസാരിച്ചു. ഇന്നത്തെ വീഡിയോ കൂടി കണ്ടതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സംസാരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അതും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നിങ്ങളെ ആരെയും അറിയത്തില്ല, പക്ഷെ നിങ്ങൾക്ക് നമ്മളെ അറിയാതിരിക്കാം. അപ്പോൾ നിങ്ങൾ വന്ന് എന്നോട് സംസാരിച്ചാൽ നമുക്കത് ഓക്കെ ഹായ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാം. ചിലർ പറയും ഭയങ്കര ജാടയാണെന്ന്. നമുക്ക് നിങ്ങളെ അറിയത്തില്ലല്ലോ, നിങ്ങൾ വന്ന് സംസാരിച്ചാലല്ലേ അറിയാവൂ. നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോ ആരൊക്കെ കാണുന്നുണ്ട് ആരൊക്കെ കാണുന്നില്ല അതൊന്നും നമുക്കറിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ വന്ന് സംസാരിക്കുമ്പോൾ നമ്മളും സംസാരിക്കും കേട്ടോ. എന്തൊക്കെയോ വാങ്ങിച്ചപ്പോൾ ആ കപ്പും ആ ഒരു ബോളും ഒക്കെ ഫ്രീ അല്ല 200 റുപ്പീസിന് കിട്ടുമെന്ന് പറഞ്ഞു. അത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ അതുകൂടി ഒരെണ്ണം വാങ്ങി കേട്ടോ.
അമ്മയുടെ അവിടെ നമ്മുടെ നെട്ടയത്ത് കപ്പില്ല എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ്. എൻ്റെ അവിടെയും കപ്പ് വളരെ കുറവാണ്. ഉണ്ട് എങ്കിലും അത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ചായയുടെ കറയെല്ലാം പിടിച്ചിട്ട് ഒരുമാതിരി ആവില്ലേ, അങ്ങനെ ആയിരിക്കണം. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി. ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് അതിൻ്റെ ഒരു സെറ്റ് എടുത്തിട്ടോ. 4 കപ്പും 2 ബോളും സ്നാക്ക് ബോളാണ്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്ങനെ അതും ഒരു സെറ്റ് എടുത്തായിരുന്നേ. അത് 1000 റുപ്പീസിൻ്റെ എന്തോണ്. 1000 റുപ്പീസിന് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതൊരു 200 റുപ്പീസിന് കിട്ടുമെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ 1000 റുപ്പീസിനൊന്നും അല്ല കേട്ടോ ഷോപ്പ് ചെയ്ത്, നല്ല കാര്യമായിട്ടുള്ളൊരു ബില്ലൊക്കെ വന്നു. ആ പോട്ടെ, കുഴപ്പമില്ല, അതെല്ലാം ആവശ്യമുള്ള സാധനങ്ങൾ തന്നെയാണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ അതെല്ലാം വാങ്ങിച്ച് പറക്കി കെട്ടി നമ്മളിതേ പോവുകയാണ്. അപ്പോൾ എന്തായാലും ഞാൻ നമ്മുടെ ശ്രീ ബിന്ദുസിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. ഇലക്ട്രിക്കൽ സാധനങ്ങൾ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് ഹോൾസെയിൽ റേറ്റിന് തന്നെ വാങ്ങാൻ പറ്റും. പിന്നെ വേറെ ഒന്നുമില്ല വിശേഷം, ഇതൊക്കെ തന്നെയാണ് വിശേഷം. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ നമ്മളെ വീഡിയോസൊക്കെ കാണുന്ന അമ്മയെ കണ്ടു എന്ന് പറഞ്ഞില്ലേ, ഇതാട്ടോ അമ്മ. തൊട്ടപ്പുറത്ത് എൻ്റെ അങ്കിളൊന്നും ഇപ്പോൾ ഉണ്ട്. ധൈര്യമായിട്ട് വീഡിയോ എടുത്തോളൂ. അങ്കിൾ പറഞ്ഞു പൊയ്ക്കോളൂ, പോയി വീഡിയോ എടുക്കുമെന്നൊക്കെ പറഞ്ഞ് സമ്മതമൊക്കെ കൊടുത്തിട്ടാണ് അമ്മ വന്ന് വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ ടാറ്റാ ബൈ.